ഒരുപാട് ആളുകളിൽ വരുന്ന ഒരു കാര്യമാണ് അവർ റമളാനിന്റെ പകലിൽ ഒരു കാരണവുമില്ലാതെ തന്നെ നോമ്പ് മുറിക്കുക എന്ന് പറയുന്ന കാര്യം. റമളാൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ എളുപ്പമാക്കി നിശ്ചയിച്ചിട്ടുള്ള ഒരു ഇബാദത്താണ്. അല്ലാഹു നമ്മളിൽ ഒരു ഞെരുക്കവും പ്രയാസവും ഉദ്ദേശിച്ചിട്ടില്ല. അതിന്റെ തെളിവാണ് ആർക്കെങ്കിലും മശക്കത്ത് ഉണ്ടാകുന്ന പ്രയാസമുണ്ടാകുന്ന വല്ലതും ഈ റമളാനിന്റെ പകലിൽ ഉണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനതാ നോമ്പ് ഉപേക്ഷിക്കാനുള്ള അവസരം നൽകിയിരിക്കുകയാണ്. യാത്ര പോകേണ്ട ഒരുവന് നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവന് നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ്. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നോമ്പ് ഉപേക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയിരിക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള ആഫിയത്ത് നൽകിയിട്ടും ഒരു പ്രയാസമില്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് ആഫിയത്ത് നൽകിയിട്ടും ആ നോമ്പിനെ പാഴാക്കി കളയുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും. ചെറുപ്പക്കാരെല്ലാം തന്റെ സഹോദരങ്ങളെ ഇതാ റമളാനിന്റെ പകലിൽ കോളേജ് വിദ്യാർത്ഥികളാണ്, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, അതല്ലാത്ത മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ട് റമളാനിന്റെ പകലിൽ നോമ്പ് ഉപേക്ഷിക്കുന്നത് കാണാൻ സാധിക്കും. അറിയുക, വൻ പാപങ്ങളിൽ പെടുന്ന കാര്യമാണ് റമളാനിന്റെ പകലിൽ അകാരണമായി ഒരാൾ നോമ്പ് ഉപേക്ഷിക്കുക എന്നുള്ളത്. മദ്യപിക്കുന്നത് പോലെ, വ്യഭിചരിക്കുന്നത് പോലെ വൻ പാപത്തിൽ എണ്ണപ്പെട്ട കാര്യമാണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ യുവാക്കളും യുവതികളും എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? അവർ ഈ ചെയ്യുന്ന പ്രവൃത്തി വീട്ടിലറിയാതെ അവർ ഈ ചെയ്യുന്ന പ്രവൃത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുകയില്ല എന്നവർ വിചാരിച്ചിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഈ യുവത്വത്തിൽ അവർ മരിച്ചു പോകുകയില്ല, വലിയ പ്രായമായിട്ട് ഇതിൽ നിന്നെല്ലാം തൗബ ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടാകുമെന്ന് വ്യാമോഹിക്കുകയാണോ? എങ്കിൽ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കുക. എത്ര ചെറുപ്പക്കാരാണ്, ചെറുപ്പക്കാരികളാണ്, യുവാക്കളാണ്, യുവതികളാണ് ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് മരണം സംഭവിച്ചതായിട്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തിരിച്ചു വിളിച്ചതായിട്ട്. വീട്ടിൽ നിന്നും യാത്ര പുറപ്പെട്ട എത്ര ജീവനുകളാണ് പൊലിഞ്ഞുപോയി മയ്യത്തായി വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് പിന്നീട് തൗബ ചെയ്യാം, ഇത് അടിച്ചുപൊളിക്കലിന്റെ കാലമാണ്, ക്യാമ്പസ് ജീവിതമാണ് എന്നെല്ലാം ധരിച്ചുകൊണ്ട് റമളാനിന്റെ പകലിൽ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ മാറി നിന്ന് ഭക്ഷണം കഴിച്ചാൽ അത് വലിയ മഹത്തരമായി, വലിയ പ്രവൃത്തിയായി ആളുകൾക്ക് മുമ്പിൽ, വിശിഷ്യ അന്യമതസ്ഥർക്ക് മുമ്പിൽ ഞാൻ അങ്ങനെ വലിയ ദീനൊന്നും പാലിക്കുന്ന ആളല്ല, അങ്ങനെ ദീനിന്റെ ആളൊന്നുമല്ല, അതൊന്നുമല്ല, ഞാനിങ്ങനെ മോഡേൺ ആണ്, ലിബറൽ ആണ് എന്നൊക്കെ തെളിയിക്കുന്നതിന് വേണ്ടി സഹോദരങ്ങളെ ഈ ദീനിൽ ഇസ്സത്ത് കാണാതെ, പ്രതാപം കാണാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രതാപം കാണുന്ന യുവാക്കളെ, യുവതികളെ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ്. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമഹ, നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം പ്രതിഫലം പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഖിയാമത്ത് നാളിൽ വെച്ച് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, ആരെങ്കിലും നരകത്തിൽ നിന്നും അകറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ മാത്രമാണ് വിജയിച്ചത്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ഭൗതിക ജീവിതം, ഈ ദുനിയാവെന്ന് പറയുന്നത് കേവല വഞ്ചനയാണ്. നീ ക്യാമ്പസിൽ കാണുന്ന ജീവിതമല്ല സഹോദരങ്ങളെ. ജീവിതം എന്ന് പറയുന്നത് നിന്റെ യുവത്വത്തിൽ നീ തിരിച്ചറിയുന്ന പല കാര്യങ്ങളും വിഡ്ഢിത്തരമാണെന്ന് തിരിച്ചറിയുന്ന കാലം വൈകാതെ തന്നെ നിനക്കുണ്ടാകും. അതുകൊണ്ട് മനസ്സിലാക്കുക, മരണമെന്ന് പറയുന്നത് സത്യമാണ്, ഖബർ എന്ന് പറയുന്നത് സത്യമാണ്. ആ ഖബറിൽ നീ ഒറ്റക്ക് കിടക്കേണ്ടി വരുമെന്നുള്ളത് സത്യമാണ്. അവിടെ ശിക്ഷയുണ്ടെന്നത് സത്യമാണ്, പരലോകമുണ്ടെന്നുള്ളത് സത്യമാണ്, അവിടെ വിചാരണ ഉണ്ടെന്നുള്ളത് സത്യമാണ്, അതിനുശേഷം നരകമുണ്ടെന്നുള്ള കാര്യവും സത്യമാണ്. അതുകൊണ്ട് റമളാനിന്റെ പകലിൽ അതിന്റെ പവിത്രതയെ മാനിക്കാതെ അകാരണമായി നോമ്പ് മുറിച്ച് കളയുന്ന ആളുകൾ വൻ പാപമാണ് ചെയ്യുന്നത് എന്നവർ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്.